അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉത്തർപ്രദേശിലെ കിച്ചൗച്ച ഷരീഫ് മഹാനായ ലോകപ്രശസ്ത പണ്ഡിതനും ആരിഫുമായ സയ്യിദ് സുൽത്താൻ മഖ്ദൂം ജഹാംഗീർ അഷ്റഫ് സിംനാനി റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഉത്തർപ്രദേശിലാണ് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ അക്ബർപൂർ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിച്ചൗച്ച ഷരീഫിലേക്ക് എത്തും. കിച്ചൗച്ച ഷരീഫിന്റെ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ മഹാനവറുകളുടെ പേരിലാണ്. അഷ്റഫ്പൂർ എന്ന പേരിലാണ് കിച്ചൗച്ച ഷരീഫ് നിലനിൽക്കുന്ന ആ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ. വലിയ ആലിമും ആരിഫുമായ ലോകപ്രശസ്ത പണ്ഡിതനാണ് മഹാനായ സയ്യിദ് സുൽത്താൻ മഖ്ദൂം അഷ്റഫ് ജഹാംഗീർ സിംനാനി റളിയല്ലാഹു അൻഹു. ഇറാനിലെ സിംനാൻ പ്രവിശ്യയിലാണ് മഹാനവറുകളുടെ ജനനം. ഹിജ്റ 708 ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. മഹാനവറുകൾ ചെറുപ്പം മുതലേ അവിടുത്തെ പിതാവും എല്ലാവരും മഹാന്മാരും പിതാക്കന്മാരെല്ലാം മഹാന്മാരും ആരിഫീങ്ങളും ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ സൂക്ഷ്മമായ ജീവിതത്തിൽ വളർന്ന വലിയ മഹാനാണ്. 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി. 2 വർഷവും 8 മാസവും എടുത്ത് ഖുർആനും ഖുർആന്റെ വ്യാഖ്യാനങ്ങളും മനഃപ്പാടമാക്കി. പിന്നീട് അവിടുന്ന് മഹാനവറുകള് 14 വയസ്സായപ്പോഴേക്ക് ഫിഖ്ഹിലും അതുപോലെ അഖീദയിലും അതുപോലെ തന്നെ തഫ്സീറും അതുപോലെ ഹദീസും എല്ലാ വിഷയങ്ങളും മഹാനവറുകള് ഇസ്ലാമിക പണ്ഡിതന് വേണ്ട എല്ലാ ഫന്നുകളും മഹാനവറുകള് പഠിക്കുകയും 14 വയസ്സായപ്പോഴേക്ക് ഏകദേശം പഠനം അവിടുന്ന് കരസ്ഥമാക്കി കഴിഞ്ഞിരുന്നു. അവിടുന്ന് അങ്ങനെ ജീവിതം മുന്നോട്ട് സൂക്ഷ്മമായി തഹജ്ജുദും ദുഹായും വിത്റും ഒന്നും ഒഴിവാക്കാതെ വളരെ ചെറിയ പ്രായത്തിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനവറുകൾ 15 വയസ്സ് തികഞ്ഞപ്പോൾ ഇറാനിലെ സിംനാൻ പ്രവിശ്യയിലെ ഗവർണറായിരുന്ന പിതാവ് സയ്യിദ് നൂർ ബക്ഷി ഖുതുബുദ്ദീൻ റഹിമഹുല്ലാ അവിടുന്ന് വഫാത്തായി. അദ്ദേഹത്തിന്റെ 15ാമത്തെ വയസ്സിലാണ് സിംനാനിലെ ഗവർണറായ തന്റെ പിതാവ് വഫാത്താകുന്നത്. പിതാവ് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥാനം വീട്ടിലെ കുടുംബത്തിലെ മുതിർന്ന മകനിക്കുള്ളതാണ് ആ സ്ഥാനം. അങ്ങനെ മൂത്ത മകനായ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് മഖ്ദൂം സുൽത്താൻ അഷ്റഫ് ജഹാംഗീർ സിംനാനി റളിയല്ലാഹു അൻഹു ആ ഭരണം ഏറ്റെടുത്തു. ആ ഭരണം ഏറ്റെടുത്തുകൊണ്ട് മഹാനവറുകൾ ഏകദേശം 10 വർഷക്കാലം ഭരണം നടത്തി. ആ ഭരണം നടത്തുന്ന കാലത്തും ഇൽമിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി, ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടി മഹാനവറുകൾ സമയം ചിലവാക്കി. ഗവർണർക്ക് കഴിഞ്ഞാൽ ഇൽമിന്റെ വലിയ പാഠശാല തന്നെ മഹാനവറുകൾ തുറന്നു. ഇൽമ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മഹാനവറുകൾ ചെയ്തു കൊടുക്കുകയും മഹാനവറുകൾ ഒരു മുതഅല്ലിമായി തന്നെ തുടരുകയും ചെയ്തു. അങ്ങനെ തന്റെ 25ാമത്തെ വയസ്സിൽ ഇനിയും കൂടുതൽ ഇൽമുകൾ പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിനെ വല്ലാതെ എപ്പോഴും വല്ലാതെ ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ തന്റെ 25ാമത്തെ വയസ്സിൽ തന്റെ ഗവർണർ സ്ഥാനം രാജിവെച്ചു. അനിയനെ ആ ഭരണം ഏറ്റെടുപ്പിച്ചു. തുടർ വർണ്ണത്തിന് വേണ്ടി കശാനിലേക്ക് മഹാനവറുകൾ പുറപ്പെട്ടു. കാശാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്കാലഘട്ടത്തിൽ ഒരുപാട് ആലിമീങ്ങൾ കാശാനിലുണ്ടായിരുന്നു. കാശാനിലേക്ക് അന്നത്തെ ലോകപ്രശസ്ത പണ്ഡിതനായ ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് കാശാനിയുടെ ശിഷ്യത്വം മഹാനവറുകൾ സ്വീകരിച്ചു. ഒരുപാട് മഹാന്മാർ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും അന്ന് ലോകപ്രശസ്തനായ ഒരുപാട് ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് കാശാനി റഹിമഹുല്ലാ. അങ്ങനെ മഹാനവറുകളുടെ അരികിൽ ഒരുപാട് കാലം അവിടെ കാശാനിൽ കഴിച്ചുകൂട്ടി. അവിടെ നിന്ന് ഒരുപാട് ഇൽമുകളും ഒരുപാട് അമലുകളും ഒക്കെ ചെയ്ത് ഒരുപാട് ആത്മീയ ലോകത്തേക്ക് ഒരുപാട് മഹാനായ കാശാനി റഹിമഹുല്ലാ മൂപ്പരെ കൈപ്പിടിച്ചുയർത്തി. മഹാനവറുകളിൽ നിന്ന് ഫുതൂഹാത്തുൽ മക്കിയ, ഇസ്തിലാഹത്തുസ് സൂഫിയ എന്ന ഗ്രന്ഥങ്ങളൊക്കെ മനഃപ്പാടമാക്കുകയും പഠിക്കുകയും അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത് ആത്മീയതമായി വലിയ വലിയ ഉയർച്ചയിലേക്ക് ബഹുമാനപ്പെട്ട അഷ്റഫ് ജഹാംഗീർ സിംനാനി റളിയല്ലാഹു അൻഹു എത്തി. അങ്ങനെ കാശാനിലുള്ള കാലത്താണ് ബഹുമാനപ്പെട്ടവര്
ബഹുമാനപ്പെട്ട മഹാനായ ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ കാണുകയാണ്. ബഹുമാനപ്പെട്ട ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട അഷ്റഫ് ജഹാംഗീർ സിംനാനി റഹിമഹുള്ളയോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള പ്രബോധന ഇടം ഇനി ഇന്ത്യയിലാണ്. നിങ്ങൾ ഇന്ത്യയിലേക്ക് പുറപ്പെടണം. നിങ്ങൾ ഇവിടുന്ന് പലായനം ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉടനെ ഇന്ത്യയിലേക്ക് പുറപ്പെടുക എന്ന സ്വപ്നം ബഹുമാനപ്പെട്ട ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫ് ജഹാംഗീർ റഹിമഹുള്ളയെ സ്വപ്നത്തിൽ വന്നറിയിച്ചു. ഈ കാര്യം തന്റെ ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായോട് വിവരങ്ങൾ പറഞ്ഞു. ഉമ്മക്ക് മനസ്സിലായി സ്വപ്നത്തിന്റെ ഗൗരവം വലുതാണ്. ഉടനെ തന്നെ മകൻ ഇന്ത്യയിലേക്ക് പുറപ്പെടണം. മകൻ ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. ആ ഉമ്മ സമ്മതം കൊടുത്തു. ബഹുമാനപ്പെട്ട സുൽത്താൻ മഖ്ദൂം അഷ്റഫ് ജഹാംഗീർ റഹിമഹുള്ള സിംനാനി റഹിമഹുള്ള ഉടനെ അവിടെ നിന്നും പുറപ്പെട്ടു. ഇന്ത്യ ലക്ഷ്യം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഭരണമെല്ലാം അനിയനെ ഏൽപ്പിച്ചതായിരുന്നു. അങ്ങനെയായിരുന്നു വീണ്ടും പഠനത്തിലേക്ക് വേണ്ടി തിരിഞ്ഞിരുന്നത്. അങ്ങനെ ആ ജോലിയെല്ലാം അനിയനോട് വ്യക്തമായ ഭരണകാര്യങ്ങളെല്ലാം നിർദ്ദേശം നൽകിക്കൊണ്ട് വീണ്ടും അതാ സ്വന്തം നാട് വിട്ട് ഇന്ത്യയിലേക്ക് ബഹുമാനവറുകൾ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പഴയകാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ലാഹോറിലെ ദാദാ കഞ്ചി എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാലം അവിടെ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. ദാദാ കഞ്ചിയിലെ ഭക്ഷ്യത്വങ്ങളെ ബഹുമാനപ്പെട്ട ദാദാ കഞ്ചി ഭക്ഷ്യത്വങ്ങൾ ലാഹോറിൽ വലിയ മഹാനായ സൂഫി വര്യനായിരുന്നു. മഹാനവറുകളുടെ മഖബറ സിയാറത്ത് ചെയ്ത് അവിടെ ഒരുപാട് കാലം ദാദാ കഞ്ചിയിൽ മഹാനവറുകൾ കഴിച്ചുകൂട്ടി. ലാഹോറിലെ അങ്ങനെ ഒരുപാട് കാലം അവിടങ്ങളിൽ കഴിച്ചുകൂട്ടി പിന്നീട് ഇന്ത്യയിലെ ഡൽഹിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് സ്വപ്നത്തിൽ മറ്റൊരു കാര്യം കൂടി അറിയിച്ചിരുന്നു. തന്റെ ഷെയ്ഖായിട്ട് ഒരു മഹാന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ആ മഹാനെ അന്വേഷിച്ച് മഹാനവറുകളെ കണ്ടെത്തണം എന്ന ലക്ഷ്യത്തിൽ ബഹുമാനപ്പെട്ട ഡൽഹിയിലെത്തിയപ്പോൾ ആ മഹാനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ തന്റെ ഷെയ്ഖായി ബഹുമാനപ്പെട്ട ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ച അലാ ഉൽ ഹഖ് പാണ്ഡവിയുടെ കേന്ദ്രമായിരുന്ന മാൾഡയിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മാൾഡയിലെത്തി. മാൾഡയിൽ ബഹുമാനപ്പെട്ട അലാ ഉൽ ഹഖ് പാണ്ഡവി റഹിമഹുള്ളയെ അന്വേഷിച്ചു. അവിടെ എത്തി ബഹുമാനപ്പെട്ടവരെ കണ്ടുപിടിച്ച് ബഹുമാനപ്പെട്ടവരെ കുരുത്തം വാങ്ങി അവിടുത്തെ ശിഷ്യത്വവും മഹാനവറുകൾ സ്വീകരിച്ചു. അങ്ങനെ വർഷങ്ങളോളം ബഹുമാനപ്പെട്ട അലാ ഉൽ ഹഖ് പാണ്ഡവിയുടെ ഹളറത്തിൽ ബഹുമാനപ്പെട്ടവർ കഴിച്ചുകൂട്ടി. അവസാനം ബഹുമാനപ്പെട്ട അലാ ഉൽ ഹഖ് പാണ്ഡവി റഹിമഹുള്ള ബഹുമാനപ്പെട്ടവർക്ക് തുടങ്ങിയ ചിശ്തിയ പോലത്തെ തന്റെ തരീഖത്തുകളുടെയൊക്കെ ഖലീഫയായി ബഹുമാനപ്പെട്ട അലാ ഉൽ ഹഖ് പാണ്ഡവി മഹാനവറുകളെ നിയോഗിച്ച് അവിടെ നിന്നും യാത്രക്കുള്ള നിർദ്ദേശം കൊടുത്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട പാണ്ഡവി റഹിമഹുള്ളയുടെ താണ്ഡവമായ മാൾഡയിൽ നിന്ന് യാത്ര പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കിച്ചൗച്ചയിലേക്ക് ഉത്തർപ്രദേശിലെ കിച്ചൗച്ചയിൽ എത്തിച്ചേർന്നു. പിന്നീട് മഹാനവറുകളുടെ പ്രബോധനം മുഴുവനും കിച്ചൗച്ച ഷരീഫിലായിരുന്നു. അവിടെ വെച്ച് ഒരുപാട് ആളുകൾക്ക് ദീനീ സേവനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് മാറാത്ത രോഗങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾക്കും വലിയ എടങ്ങാറ് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾക്കൊക്കെ ജനങ്ങൾക്ക് പ്രതിവിധികൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും വലിയ കറാമത്തുകൾ കാണിച്ചു കൂട്ടി പിന്നീടുള്ള കാലം കിച്ചൗച്ചയിൽ മഹാനവറുകൾ അവിടെ അങ്ങ് കൂടി. ഒരുപാട് നൂറുകണക്കിന് ശിഷ്യന്മാർ ഈ മഹാനവറുകളുടെ മക്ബറയ്ക്ക് ചുറ്റും ഇന്ന് കാണുന്ന മക്കാമുകളൊക്കെ അവരുടെ ശിഷ്യന്മാരുടേതാണ്. മഹാനവറുടെ മക്ബറയാണ് ഈ ഉൾപ്രദേശത്ത് മക്കാമിന്റെ ഉൾഭാഗത്ത് കാണുന്നുണ്ട്. ആ മക്കാമിനോട് തൊട്ടടുത്ത് തന്നെ മറ്റൊരു മഹാനും കാണാം. മഹാനവറുകളുടെ മുരീദും പ്രധാനപ്പെട്ട മുരീദും ഖലീഫയുമായ ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് നൂറുൽ ഐൻ ജീലാനി റഹിമഹുള്ളയുടെ മഖ്ബറയാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ മഖ്ദൂം അഷ്റഫ് ജഹാംഗീർ സിംനാനി റഹിമഹുള്ളയുടെ ഖലീഫയാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ കിച്ചൗച്ച ആസ്ഥാനമാക്കി മൂപ്പരുടെ പ്രബോധനങ്ങൾ തുടങ്ങുകയും അതുപോലെ കിച്ചൗച്ചയിൽ ഇന്ന് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു തടാകത്തിന്റെ നടുവിലാണ്. തടാകത്തിന്റെ നടുവിൽ ചെറിയൊരു കുന്നിന്റെ മുകളിലാണ്, ചെറിയൊരു ഉയർച്ചയുള്ള കുന്നിന്റെ മുകളിലാണ് ബഹുമാനപ്പെട്ട അഷ്റഫ്
അഷ്റഫ് ജഹാംഗീർ സിംനാനി റഹിമഹുല്ല ബഹുമാനപ്പെട്ടവരുടെ ഈ കുളം ഇന്നും രോഗികൾ വന്ന് പല വ്യാധി മാറാത്ത വലിയ മാറാതെ പ്രയാസപ്പെടുന്ന രോഗികൾ ഇവിടെ വന്ന് കുളിക്കുകയും അവിടെ എത്രയോ രോഗങ്ങൾ അന്നും ഇന്നും സുഖപ്പെടുന്നത് അനവസ്ഥർ പറയുന്നുണ്ട്. ചിലർ 3 ദിവസവും 7 ദിവസവും ഒക്കെ ആയി ഇവിടെ താമസിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് കുളിക്കുന്ന ആളുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ അജ്മീർ ഷരീഫ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് ജഹാംഗീർ സിംനാനി റഹിമഹുല്ലയുടെ മഖ്ബറ. ഉത്തരാഖണ്ഡിലെ കാളിയാർ ഷരീഫ് ഉണ്ട്, മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും അജ്മീർ ഷരീഫിനോട് ഏകദേശം അത് കഴിഞ്ഞാൽ ആളുകൾ വരുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മഖ്ബറയുടെ കൂട്ടത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് ജഹാംഗീർ സിംനാനി റഹിമഹുല്ലയുടെ മഖ്ബറ ഉള്ളതും. ബഹുമാനപ്പെട്ടവർ ഹിജ്റ 708 ജനിച്ചു. 808 ഒരു സഫർ മുഹറം മാസം 28 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇവിടെ പറയുന്ന സമയത്ത് മഹാനവറുകൾക്ക് 99-100 വയസ്സ് പ്രായമായിരുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫ് ജഹാംഗീർ സിംനാനി റളിയല്ലാഹു അൻഹു ഇന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും 100 കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ട അഷ്റഫ് ജഹാംഗീർ സിംനാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലേക്ക് സിയാറത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാട് മഹാന്മാര് മഹത്തുക്കള് ഒരുപാട് മുൻകഴിഞ്ഞ ഔലിയാക്കന്മാർ ഇവിടെ ഒരുപാട് കാലം വന്ന് കഴിച്ചു കൂട്ടിയത് ചരിത്രങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇന്നും ഇവിടെ നിന്ന് വലിയ ദറജ കിട്ടി ലഭിച്ച് അദ്ദേഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആത്മീയ പ്രബോധനത്തിന് പോകുന്ന രഹസ്യമായിട്ട് പ്രബോധനത്തിന് പോകുന്ന ഒരുപാട് മഹാത്മാക്കൾ ഇന്നും ഇവിടെയുണ്ട്. ഇവിടങ്ങളിൽ കഴിഞ്ഞുകൂടി വലിയ ദറജ കൈവരിച്ച ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകൾ ഹയാത്ത് കാലത്തെന്ന പോലെ വഫാത്തിന് ശേഷവും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ജനത്തിരക്ക്, എത്രയെന്ന് പറയാൻ കഴിയില്ല, അത്രയും വലിയ ജനത്തിരക്കാണ്. മഹാനവറുകളുടെ മഖാമിന്റെ കുറച്ചൽപ്പം മുമ്പ് തന്നെ ഈ തിരക്കുകൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇവിടം സിയാറത്ത് ചെയ്യാനും ഇവിടം വരാനും അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനവറുകളുടെ കുരുത്തപുരുത്തം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ചെറിയ ചെലവിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്രയോ ആളുകൾ എത്തുന്നുണ്ട്. ഉത്തർപ്രദേശിലാണ് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്. അക്ബർപൂർ റെയിൽവേ സ്റ്റേഷനാണ്. അക്ബർപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 28 കിലോമീറ്ററാണ്. വാൻ ഉണ്ടാവും, ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ടാവും, ആളൊപ്പിച്ച് പോകുന്ന വാനുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകും. അതിൽ കയറിപ്പോയാൽ ചെറിയ സംഖ്യ കൊടുത്താൽ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫ്പൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട കിച്ചൗച്ച ഷരീഫിൽ എത്താൻ സാധിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.